കുറച്ചധികം വർഷങ്ങളായി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് ബോഡി പെയിനിലെ, പ്രത്യേകിച്ച് നെക്കും ബാക്ക് പെയിനും. ഡോക്ടറിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ അവർ മെയിനായി സജസ്റ്റ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പി ആയിരിക്കും. അതാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയുമാണ്. വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന വളരെ സൗകര്യമായ ഒരു ഫിസിയോതെറാപ്പി ഉപകരണമാണ് ഈ മസാജ് ഗൺ. ഇതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാനുവലും അതുപോലെ തന്നെ 1.5 വർഷത്തിൻ്റെ വാറണ്ടി കാർഡും വരുന്നുണ്ട്. ചാർജിങ്ങിന് ഒരു കേബിൾ മാത്രമാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുക. ഇതിൽ ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ ആണ് ഉള്ളത്. USB-A അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒപ്പം ഉള്ളതല്ല ഈ അഡാപ്റ്റർ, ഞാൻ സെപ്പറേറ്റ് ആയി വാങ്ങിയതാണ്. USB-A അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ ചാർജ് ചെയ്യാം. ഇതിൽ 4 റിപ്ലേസ്മെൻറ്റ് മസാജ് അറ്റാച്ച്മെൻറ്റ്സ് വരുന്നുണ്ട്. ആദ്യത്തേത് റൗണ്ട് ഹെഡാണ്. കുറേ മസിലുള്ള ഏരിയയിലായ ബൈസെപ്സ്, ചെസ്റ്റ്, ബാക്ക്, ലെഗിലൊക്കെയാണത് യൂസ് ചെയ്യുക. ഇതാണ് ഫോർക്ക് ഹെഡ്. മസിൽസിലും ജോയിൻസിലും വേദന കുറയ്ക്കാനും സ്ട്രെസ് റിലീഫിനും ഇത് നല്ലതാണ്. അടുത്തത് ഫ്ലാറ്റ് ഹെഡാണ്. ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടാനും അക്യുപഞ്ചർ ചികിത്സ പോലെയും ഉപയോഗിക്കാം. അവസാനമായി വരുന്നത് ബുള്ളറ്റ് ഹെഡാണ്. ജോയിൻസിലെ വേദന മാറ്റാനും മസിൽസിലെ ആഴത്തിലുള്ള വേദന കുറയ്ക്കാനും സഹായിക്കും. നമുക്ക് ആവശ്യാനുസരണം ഈ അറ്റാച്ച്മെൻറ്റ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഈ കാണുന്ന ഹോളിലേക്ക് നമുക്ക് ഏത് അറ്റാച്ച്മെൻ്റ് ആണ് വേണ്ടത് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ 6 സ്പീഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്നിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. ഇത് ബാറ്ററി ചാർജിങ് ലെവൽസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ചാർജ് ചെയ്യുമ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് റെഡ് ആയിരിക്കും. ഫുള്ളി ചാർജ്ഡ് ആയാൽ അത് ഗ്രീനായി മാറും. ഇനി ഇതിൽ പ്രഷർ എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. മസാജ് ഗൺ ശരീരത്തിലേക്ക് ശക്തമായി അമർത്തി വെക്കരുത്. മസിൽസിന് മുകളിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഗൺ അതിൻ്റെ വൈബ്രേഷനിൽ കൂടി തന്നെ ആശ്വാസം നൽകും. അമർത്തി വെച്ചാൽ മസിൽസിൽ വീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇത് എത്ര സമയം വരെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബോഡി പാർട്ടിൽ മൊത്തത്തിൽ 2 മിനിറ്റ് വരെ വെക്കാം. അത് കഴിഞ്ഞാൽ വേറെ ബോഡി പാർട്ടിലേക്ക് മാറ്റണം. മൊത്തത്തിൽ 10 മിനിറ്റിലധികം ഒരു സെക്ഷനിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ശരീരത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് പെയിൻ ഉള്ള ബോഡി പാർട്ടിൽ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ എല്ലുകളുള്ള ഭാഗങ്ങൾ, കഴുത്തിൻ്റെ മുൻവശം, നട്ടെല്ല്, മുറിവ്, തടിപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഒഴിവാക്കണം. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവുന്ന സംശയമായിരിക്കും ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഡെയിലി യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഓവർ യൂസ് ചെയ്യാതെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ മസിൽസിൽ ഗുരുതരമായ പരിക്കുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്ത 3 തൊട്ട് 5 മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പീഡിനനുസരിച്ചായിരിക്കും ചാർജ് ലാസ്റ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഒന്നിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. കയ്യിൽ നിന്നും വഴുകി പോകാത്ത വിധത്തിലുള്ള ഗ്രിപ്പ് ഇതിലുണ്ട്. അത് ദീർഘനേരം മസാജ് ചെയ്യുന്നത് എളുപ്പമാക്കും. ഞാൻ ഈ മസാജ് ഗൺ മേടിച്ചിട്ട് ഏകദേശം 2 വർഷങ്ങളായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും 2 തവണ മേടിച്ച് എൻ്റെ പാരൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റായി കൊടുത്തിട്ടുമുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം കേട്ടോ. 2 തവണ 2024-ലും 1 തവണ 2025-ലും ഞാൻ മേടിച്ചത്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ജോലി സംബന്ധമായി കുറേ നേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ മസാജ് ഗണ്ണിൻ്റെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പിന്നെ കാണാം.